കോൺഗ്രസിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരുന്നു, എൻ്റെ പോരാട്ടം രാജ്യത്തിനെതിരെ കൂടിയാണെന്ന്. ഇപ്പോൾ അതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങൾ. ഇത് ഒഡീഷയിലാണ് FIR ഇട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ. അതായത് ജർസ്ഗുഡ പോലീസ് സ്റ്റേഷനിലാണ് FIR. കഴിഞ്ഞ മാസമാണ് ജനുവരി 15-ാം തീയതി ആണ് കോൺഗ്രസിൻ്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ആ പുതിയ മന്ദിരം റോസ് അവന്യൂ ഡിസ്ട്രിക്റ്റ് കോർട്ട് കോംപ്ലക്സ് ഡൽഹിയിൽ കോട്ട്ല റോഡിൽ ആണ് പുതിയ മന്ദിരം വന്നത്. അതിൻ്റെ ഉദ്ഘാടനത്തിലാണ് അവർ ഫൈറ്റ് ഈസ് ഓൾസോ എഗൻസ്റ്റ് ദ സ്റ്റേറ്റ് എന്ന് പ്രസംഗിച്ചിരുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗം ഞാനന്ന് ടെലിവിഷനുകളിലും ചാനലുകളിലും കണ്ടപ്പോൾ ഇയാൾ എന്ത് ഈ പറയുന്നത് എന്ന് സംശയം ഉണ്ടായിരുന്നു. കാരണം സാധാരണ വിഘടനവാദികളല്ലേ രാജ്യത്തിനെതിരെ പോരാടുക. അപ്പോൾ ഇതിപ്പോൾ ഫെബ്രുവരി 7-ാം തീയതി കഴിഞ്ഞ ദിവസം ആണ് FIR ഇട്ടിരിക്കുന്നത്. രാമഹരി പൂജാരി എന്ന് പറഞ്ഞ പ്രാദേശിക BJP പ്രവർത്തകൻ്റെ പരാതിയിലാണ് ചെയ്തിരിക്കുന്നത്. സാരാഭൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളാണ് ഈ രാമഹരി പൂജാരി. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതായിട്ട് ആ പരാതിയിൽ പറയുന്നത് RSS BJP തുടങ്ങിയ സംഘടനകൾ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളും പിടിക്കുന്നു, എല്ലാ സംവിധാനങ്ങളും അവർ പിടിക്കുന്നു. BJPക്കെതിരെ മാത്രമല്ല ഇന്ത്യക്കെതിരെ തന്നെയാണ് ഞങ്ങളുടെ പോരാട്ടം എന്നാണ്. അത് ഇതിന് മുമ്പും ഇയാൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു 2 കൊല്ലം മുമ്പോ മറ്റോ ഇയാൾ ഏതാണ്ട് അവർ ഫൈറ്റ് ഈസ് ഓൾസോ എഗൻസ്റ്റ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് അന്നത് ആരും അങ്ങനെ ഇഷ്യൂ ആക്കിയതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി മനഃപൂർവ്വം ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയാണ്. ഇത് ഓരോ പൗരൻ്റെയും മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ FIR പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സെക്ഷനുകൾ നോക്കാം. ഭാരതീയ ന്യായ സംഹിത BNS വെച്ചിട്ട് സെക്ഷൻ 152 ഇന്ത്യയുടെ പരമാധികാരത്തിന് എതിരായ പ്രസ്താവന, അതാണ്. പിന്നെ ഇന്ത്യയുടെ ഐക്യത്തിനെതിരായ പ്രസ്താവന. സെക്ഷൻ 197(1)D പിന്നെ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ഇന്ത്യയുടെ ഐക്യത്തിനും സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുക. ഈ 2 വകുപ്പുകൾ വച്ചിട്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് ഭരണഘടനയിൽ തരുന്നുണ്ടല്ലോ. ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറം പോകുന്നതാണ് ഈ പ്രസ്താവന എന്ന് FIR പറയുന്നുണ്ട്. ഇന്ത്യക്കെതിരെ തന്നെ പോരാടുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് കൊണ്ട് രാഹുൽ ഗാന്ധി ഈ ഇന്ത്യയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ, ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായ കലാപശ്രമങ്ങൾ, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത്തരം ശ്രമങ്ങളെയൊക്കെ വിഘടനവാദം, തീവ്രവാദം ഇതിനെയൊക്കെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വിഘടനവാദികളെയൊക്കെ UAPA വെച്ചിട്ട് പിടിച്ച് ജയിലിലിടുന്നുണ്ടല്ലോ. ഇപ്പം രാജ്യദ്രോഹ കുറ്റം എന്ന് പറഞ്ഞൊരെണ്ണം നമുക്കറിയാമല്ലോ, സെഡിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അരുന്ധതി റോയ് അങ്ങനെ പ്രസംഗിച്ചിട്ട് അവർക്കെതിരെ കേസുണ്ട്. ഇപ്പോഴൊരു കോടതിയിൽ കേസുണ്ട്, രാജ്യദ്രോഹ കുറ്റം. 8 കൊല്ലം മുമ്പ് അവർ പ്രസംഗിച്ചാണ് കാശ്മീർ തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട്. കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമല്ല, പരമാധികാര ഘടകമല്ല. അവർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാ. അപ്പോൾ ഇപ്പോഴും അത് തീർന്നിട്ടില്ല. അത് വൈകിയ കേസെടുത്ത് 8 കൊല്ലത്തിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് വേറെ വകുപ്പുകളൊക്കെ അതിൽ വെച്ചിരുന്നു. കാലഹരണപ്പെട്ട കേസല്ല എന്നുള്ളതിന്. അതിനേക്കാൾ രൂക്ഷമല്ലേ ഇയാളുടെ പ്രസ്താവന? ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവല്ലേ? അവരിവിടുത്തെ ഒരു സംസ്ഥാനത്തിനെതിരെയാണ് പറഞ്ഞത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന്. ഇയാൾ ഇന്ത്യക്കെതിരെ തന്നെയാണല്ലോ, രാജ്യത്തിനെതിരെ തന്നെ. രാജ്യത്തിനെ തന്നെ നശിപ്പിച്ചു കളയുന്നുള്ള മട്ടിലല്ലേ ഇയാളുടെ പ്രസ്താവന വരുന്നത്. ഫെബ്രുവരി 5 പല പരാതികൾ കിട്ടിയിട്ടുള്ളതായിട്ട് അവിടുത്തെ നോർത്ത് ഉത്തരമേഖല IG ഹിമാംശു കുമാർ ലാൽ പറഞ്ഞിട്ടുണ്ട്. പല പരാതികൾ കിട്ടിയതായിട്ടോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജാർസുഗുഡ SP ആണ്
ഈ രാഹുൽ ഗാന്ധിക്കെതിരായ കേസ് അന്വേഷിക്കുക എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള കേസാണത്. വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് മാവോയിസ്റ്റുകൾ പോലും ഇങ്ങനെയൊന്നും പറയുന്നതായിട്ട് തോന്നുന്നില്ല. അവർ ചില സ്ഥലങ്ങളിൽ സ്വയംഭരണം വേണമെന്നൊക്കെയാണല്ലോ പറയുക. അതെ അതെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിനെ പറ്റി ഞാൻ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞാണ്. ഇയാൾക്കെതിരെ ഇപ്പോൾ സോണിയാഗാന്ധിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് ഉണ്ട്. സോണിയാഗാന്ധി നമ്മുടെ രാഷ്ട്രപതിയെ മറ്റേ പുവർ തിങ് എന്ന് പറഞ്ഞില്ലേ, പൊട്ടിപ്പെണ്ണ് എന്ന് വിളിച്ചില്ലേ. ഇയാൾ കഴിഞ്ഞ ദിവസം ചൈനയാണ് മഹത്തായ രാജ്യം എന്നുള്ള മട്ടിൽ മറ്റേ നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചല്ലോ. അതെ അതെ. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ കരസേനാ മേധാവി പറഞ്ഞു, ചൈനക്കാർ നമ്മുടെ പ്രദേശത്താണ്. ഈ സത്യം ഭാവനയല്ല, സത്യമാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതാ. കരസേനാ മേധാവി ഇവിടെ പറഞ്ഞു ചൈനക്കാർ ഇന്ത്യയുടെ ഉള്ളിലുണ്ട്, കടന്നിട്ടുണ്ട് ഇന്ന്. പാകിസ്ഥാൻ തീവ്രവാദികളെ പറ്റി കശ്മീരിലൊക്കെ ചെയ്യുന്നുണ്ട്, നുഴഞ്ഞുകയറ്റം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. ചൈനക്കാരെ പറ്റി അവിടെ പറഞ്ഞു. അപ്പോൾ രാജ്നാഥ് അന്ന് എക്സിലൊരു കുറിപ്പ് എഴുതിയിരുന്നു. കപട ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധിയുടേത്. ഇരുവശത്തുമുള്ള പരമ്പരാഗത പട്രോളിങ്ങിനെ പറ്റിയാണ് പട്ടാള മേധാവി പറഞ്ഞത്. അടുത്ത കാലത്ത് രണ്ട് സേനകളും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പിൻവാങ്ങിയിട്ടുണ്ട്. ഗാൽവാൻ, ലഡാക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ പിൻവാങ്ങിയിട്ടുണ്ട്. പരമ്പരാഗത രീതി പുനഃസ്ഥാപിച്ചു. രണ്ട് സേനകളും അവരവരുടെ താവളങ്ങളിൽ മറ്റേ അതിർത്തി രേഖയ്ക്കപ്പുറം അവർ നീങ്ങി. ഈ കാര്യം സർക്കാർ പാർലമെന്റിലും പറഞ്ഞിട്ടുണ്ട്. മറ്റേ രാജ്നാഥ് സിംഗ് പറഞ്ഞതാണ്. ഒരിക്കലും രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ പട്ടാള മേധാവി പറഞ്ഞിട്ടില്ല. ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി നിരുത്തരവാദ രാഷ്ട്രീയം കൈയാളുന്നത് ദുഃഖകരമാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചൈന എന്നിട്ട് മറ്റേ നമ്മുടെ രാജ്നാഥ് പറഞ്ഞു, ചൈന ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് 1960കളിൽ നെഹ്റുവിൻ്റെ കാലത്തായിരുന്നു. 1962 38,000 ചതുരശ്ര കിലോമീറ്റർ അക്സായി ചിന്നിൽ അവർ പിടിച്ചെടുത്തിരുന്നു. അരുണാചൽ പ്രദേശ് കുപ്പിക്കഴുത്ത് എന്നാണ് അക്സായി ചിൻ എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ പ്രദേശമാണത്. 1963 പാകിസ്ഥാൻ ചൈനയ്ക്ക് നിയമവിരുദ്ധമായി 1180 സ്ക്വയർ കിലോമീറ്റർ ചൈനയ്ക്ക് പാകിസ്ഥാൻ കൊടുത്തു. 1180 കിലോമീറ്റർ. ഇത് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലമായിരുന്നു. 5180 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം 1963 പാകിസ്ഥാനും ചൈനയും തമ്മിലൊരു ഉടമ്പടി. എന്നിട്ട് 5180 ചതുരശ്ര കിലോമീറ്റർ പാകിസ്ഥാൻ ചൈനയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. അത് പക്ഷേ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പാകിസ്ഥാൻ പിടിച്ചെടുത്ത സ്ഥലമായിരുന്നു. ചൈന പാകിസ്ഥാൻ അതിർത്തി കരാറിൽ, ചൈനയും പാകിസ്ഥാനും ഒരു അതിർത്തി കരാർ അന്ന് 63 ലഡാക്കിൽ പാകിസ്ഥാൻ കൈവശം വെച്ച ഷാസ്ഗാം താഴ്വരയിലെ 5180 ചതുരശ്ര കിലോമീറ്ററാണത്. ഇന്ത്യയുടെ സ്ഥലമാണ്. അതെടുത്ത് ചൈനയ്ക്ക് കൊടുത്തിരിക്കുക. 1963 കരാർ ഇന്ത്യ അംഗീകരിക്കുന്നില്ല, പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ളത്. അരുണാചലിൽ ചൈന 38,000 ചതുരശ്ര കിലോമീറ്റർ അവകാശപ്പെടുന്നു. ലഡാക്കിൽ ചൈന 38,000 അവകാശപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ നെഹ്റുവിൻ്റെ കാലത്താണ് ചൈനക്കാർ ഇവിടുത്തെ സ്ഥലമൊക്കെ കൈവശപ്പെടുത്തിയിരിക്കുന്നത്, ഇപ്പോഴല്ല. ഫെബ്രുവരി 3 രാഹുൽ ഗാന്ധി മോദിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പട്ടാളം പ്രധാനമന്ത്രിയോട് വിയോജിച്ചു. രാഹുൽ ഗാന്ധി പറയുക, ചൈന നമ്മുടെ 4000 ചതുരശ്ര കിലോമീറ്ററിൽ നുഴഞ്ഞു കയറി. ഇതാ രാഹുൽ ഗാന്ധി പറഞ്ഞത്. കിഴക്കൻ ലഡാക്കിൽ 2020 പണ്ട് രാഹുൽ ഗാന്ധി ചൈന ലഡാക്കിൽ മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ലഡാക്കിൽ ചൈന ഡൽഹിയുടെ വലിപ്പമുള്ള സ്ഥലം കൈവശം വെച്ചിട്ടുണ്ട്. ഡൽഹിയുടെ വലിപ്പമുള്ള സ്ഥലം ലഡാക്കിൽ കൈവശം വെച്ചിട്ടുണ്ട് എന്ന്. ലഡാക്കിൽ ആകെ അത്രയൊക്കെ വരുള്ളൂ. ചൈനയ്ക്ക് ഗട്ട്സ് ഉണ്ട്.
വലിയ വ്യവസായങ്ങൾ അവർ കെട്ടിപ്പടുക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ തോറ്റുപോയി. എന്നിട്ട് രാഹുൽ ഗാന്ധി എടുത്ത് ഞാൻ ഈ ഉപയോഗിക്കുന്ന മൊബൈൽ ചൈനയുടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തിയില്ലേ? അതെ, എല്ലാ മറ്റേ ചൈന പിടിച്ചടക്കിയിരിക്കുകയാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ വാങ്ങിക്കുന്നത് ചൈനയുടെയാണ്. മേക്ക് ഇൻ ഇന്ത്യ തോറ്റുപോയി, നമ്മൾ ചൈനയ്ക്ക് അടിപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം. ഇയാൾ ആ ഗാൽവാൻ സംഘർഷകാലത്തും ചൈനീസ് എംബസിയിൽ പോയിട്ട് ചൈനീസ് സ്ഥാനപതിയായിട്ട് ചർച്ചയൊക്കെ നടത്തിയത് വലിയ കോൺട്രവേഴ്സിയിലാണ്. അപ്പോൾ എപ്പോഴും ചൈനയുടെ കൂട്ടത്തിലാണ് രാഹുൽ ഗാന്ധി. സത്യത്തിൽ ആ ചൈനയെ പറ്റിയിട്ടുള്ള റിമാർക്കുകളൊക്കെ ലോക്സഭാ രേഖകളിൽ നിന്ന് അന്ന് എക്സ്പെൻഡ് ചെയ്തു എന്നാണ് എൻ്റെ ധാരണ. നീക്കിക്കളഞ്ഞു ആളുകൾ ബഹളം വെച്ചിട്ട്. പക്ഷേ അത് അവകാശ ലംഘന നോട്ടീസ് കൊടുത്തിട്ട് മറ്റേ സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1978 മറ്റേ ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല ഒരംഗവും. അപ്പോൾ ഒരു ജനപ്രതിനിധി അങ്ങനെ ചെയ്താൽ അത് സ്വാഭാവികമായിട്ട് ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. അയാളെ പിടിച്ച് പുറത്താക്കാമായിരുന്നു. അതെന്താ ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എപ്പോഴും ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയാണ് നടത്തുക. കാരണം ഇന്ത്യയുടെ ഭരണകൂടത്തിനെ അട്ടിമറിക്കേണ്ടത് ഡീപ് സ്റ്റേറ്റിൻ്റെ ലക്ഷ്യമാണ്, ദൗത്യമൊക്കെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാരത് ജോഡോ യാത്രയിലും ഒക്കെ അത്തരം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. രാഹുലിൻ്റെ കൂടെ ഷെട്ടി എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നതാണ്, ജോർജ് സോറോസിൻ്റെ. അപ്പോൾ അവർ ചർച്ചകളിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇയാളുടെ തലയിലേക്കൊക്കെ കയറിയിരിക്കുന്നത്. അതാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ പോയാലും ഇങ്ങനെ ഇന്ത്യ വിരുദ്ധ കാര്യങ്ങളായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ FIR ഞാൻ ഇന്ത്യക്കെതിരെയാണ് പോരാടുന്നത് എന്ന് പറഞ്ഞത്. അങ്ങനെ പോരാടുകയാണെങ്കിൽ പിന്നെ ഇന്ത്യയിൽ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അവൾ പട്ടായയിലോ ഇറ്റലിയിലോ ബൊളീവിയയിലോ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നോട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.